ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബസ്ബൂസയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ റവ കൊണ്ട് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മുട്ട തണുപ്പുണ്ടാവരുത് കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുമ്പ് തന്നെ പുറത്തെടുത്ത് വെക്കുക. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് റവയാണ് ആവശ്യമായിട്ടുള്ളത്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ തരിയായാലും വലിയ തരിയായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പ് റവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മൈദയൊന്നും ചേർക്കണില്ല. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത പശുവും പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ചീനച്ചട്ടിയിലേക്കാണ് ഒഴിക്കുന്നത്. ചീനച്ചട്ടിയിൽ കുറച്ച് നമ്മൾ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പുറത്ത് പോയിക്കോളും. ഇനി വലിയൊരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു ചെറിയ ചീനച്ചട്ടി നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് പകരം ഒരു തവയോ പാനോ ഒക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് നമ്മൾ എയറൊന്നും കടക്കാതെ നല്ലൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവനുള്ളവരാണെങ്കിലും ഓവനിൽ ബേക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരു 1/2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് തുറന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ അറിയിട്ടാണ് ഞാൻ തുറന്നിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ക്യൂവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നടുഭാഗം കുത്തി നോക്കുക കേട്ടോ. ചീനച്ചട്ടി ആയത് കാരണം നടുഭാഗം കുറച്ച് കട്ടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളം കൂടെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചൂടോട് കൂടി നമ്മളത് ഒഴിച്ച് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബസ്ബൂസ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പശുവും പാലാണ് കേട്ടോ. ഇതിൽ പാൽ നിങ്ങൾക്ക് വീട്ടിൽ ചേർക്കാനില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ട് അങ്ങനെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ കോൺഫ്ലോറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അടുപ്പ് കത്തിക്കണ്ട. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നല്ല പോലെ ഇളക്കി കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ കട്ടിയൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്കായിട്ടുള്ള ഈ ഒരു ബസ്ബൂസയുടെ മുകളിലേക്കായിട്ട് ഈ ഒരു നമ്മുടെ ഒരു മിൽക്കിൻ്റെ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൊറോക്കൻ ബസ്ബൂസയാണിത്. അപ്പോൾ ചീനച്ചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമും പിസ്തയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വീട്ടിൽ നട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള ആ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബസ്ബൂസ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി പാല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഇതുപോലെ തന്നെ ചെയ്യുക. പാലിന് പകരം തേങ്ങാപ്പാൽ എടുത്താൽ മതി. കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയിട്ടോ അല്ലെങ്കിൽ സാധാ മിൽക്ക് പൗഡർ കലക്കിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പാലിന് പകരം എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ബുദ്ധിമുട്ടുള്ളവർ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരോടും ഉണ്ടാക്കി നോക്കാൻ പറയുന്നതും ശരിയല്ല. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.